എല്ലാവർക്കും വൈറ്റ് ഡെവിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയതായിട്ട് യൂട്യൂബിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇത് യൂട്യൂബേഴ്സ്, അതായത് പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്നവർക്കും അതേപോലെ തന്നെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനും ഒരു ചെറിയ ഇൻസ്പിറേഷണൽ ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ once again, welcome back to another video episode of White Devil Vlogs, the king of vloggers. Guys, ആദ്യം തന്നെ യൂട്യൂബിലേക്ക് കടന്നു വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂട്യൂബിൻ്റെ പോളിസീസും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യൂട്യൂബിലേക്ക് കയറി വരിക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ തുടങ്ങി കുറച്ച്, അതായത് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ചാനൽ ചിലപ്പോൾ ടെർമിനേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ, പുതിയതായിട്ട് യൂട്യൂബിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് ആർക്കും കോപ്പിറൈറ്റ് ക്ലൈമോ കോപ്പിറൈറ്റ് പോളിസീസോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോളിസീസോ കാര്യങ്ങളോ ഒന്നും അറിയണമെന്നില്ല. അപ്പം അതെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യൂട്യൂബിലേക്ക് കടന്നു വരിക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു രീതിക്കുള്ള ഒരു ഏണിങ്സും കാര്യങ്ങളെല്ലാം ലഭിക്കത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബിലേക്ക് കടന്നു വരുമ്പോഴത്തേന് വേണ്ട ഒരു കാര്യമാണ് ഭാഗ്യം. ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് വൈറലാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സംഭവം നമുക്ക് യൂട്യൂബിൽ നിന്ന്, അതായത് ഒരു സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യൂസും റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് യൂട്യൂബിൽ വളരാൻ സാധിക്കത്തുള്ളൂ. അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗ്യം വേണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില യൂട്യൂബേഴ്സിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അർജു, അതേപോലെ തന്നെ ആരോമൽ എ എന്ന് പറയുന്നൊക്കെ ചാനലൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ വെറും ആഴ്ചകൾ കൊണ്ട് സക്സസ് ആയി സെറ്റായ ചാനലുകളാണ്. നമ്മളിവിടെ 2 വർഷം വീഡിയോ ഇട്ടിട്ടും നമ്മുടെ ചാനൽ റീച്ച് ആയിട്ടില്ല. പക്ഷെ അതിനൊന്നും കുഴപ്പമില്ല ഗൈസ്. നമ്മൾ ഭാഗ്യം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കടാക്ഷിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ യൂട്യൂബിനകത്ത് നമ്മൾ ഉറപ്പായിട്ടും വീഡിയോസ് ഇടുന്ന ആൾ വളർന്നിരിക്കും. അപ്പം ഇനി നമുക്ക് അടുത്ത കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബിൻ്റെ അകത്തേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ റീയൂസ്ഡ് കണ്ടൻസ് ഇടാതിരിക്കുക. അതായത് വേറൊരാൾ ചെയ്ത കണ്ടന്റ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ യൂസ് ചെയ്താലും ആ വീഡിയോ ക്ലിക്ക് ആവണമെന്നില്ല. അപ്പം റീയൂസ്ഡ് കണ്ടന്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. യൂട്യൂബിലേക്ക് കടന്നു വരുന്നവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അസൂയ. അതായത് വേറൊരാളുടെ ചാനൽ, അതായത് നമ്മളുമായിട്ട് തന്നെ കറക്റ്റായിട്ട് നമ്മളും ആ ഒരു ചാനലും ഒരേ ലെവലിനായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അവൻ്റെ ചാനൽ ചിലപ്പം 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ്, നമ്മുടെ ചിലപ്പോൾ 50,000 കാണത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. അതായത് അത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടാതിരിക്കുക. അതേപോലെ തന്നെ അവരുടെ ഏണിങ്സ് കൂടുതലായിരിക്കും, നമ്മുടെ ഏണിങ്സ് കുറവായിരിക്കും, അതിലും അസൂയപ്പെടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേറൊരാളുടെ കണ്ടന്റ് കോപ്പി അടിച്ച് നമ്മുടെ ചാനലിൽ ഇടാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ചിലപ്പം കോപ്പിറൈറ്റ് അടിച്ച് പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതും നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് വേണം വീഡിയോസ് ഇടാൻ. ഇപ്പം കഴിഞ്ഞിടെ ഒരു ട്രെൻഡായിട്ട് നിന്നൊരു സംഭവമായിരുന്നു ഒരു ആക്സിഡൻറ്റ് വീഡിയോ. അപ്പം ആ ആക്സിഡൻറ്റ് വീഡിയോ തന്നെ ഒരു ചാനലിനകത്ത് തന്നെ, അതായത് ഒരു ചാനലിനെ പോലെ തന്നെ പല ചാനൽസിൻ്റെ അതും സെയിം കണ്ടൻറ്റും സെയിം സോങ്ങും കാര്യങ്ങളെല്ലാം വെച്ച് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇപ്പം നമുക്ക് വലിയ കുഴപ്പം കാണത്തില്ല. കുറച്ചങ്ങോട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ അടിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം അതെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ വീഡിയോസ് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. നമ്മൾ വീഡിയോസ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ പ്രൊമോട്ട് ആകത്തുള്ളൂ, അതായത് യൂട്യൂബ് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഇടുന്ന ചാനലാണെങ്കിൽ യൂട്യൂബിൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് വീഡിയോസാണ് യൂട്യൂബിൻ്റെ സെർവറിനകത്തോട്ട് അപ്ലോഡ് ആകുന്നത്. കാര്യം അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോസൊക്കെ ഇടുന്നവരാണെങ്കിൽ അത് കറക്റ്റായിട്ട് സെറ്റ് ആവത്തില്ല. എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ചാനൽ, അതായത് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് ഇപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നാളെ നിങ്ങൾക്ക് കറക്റ്റ് ഇതേ സമയമാകുമ്പോൾ ആ വീഡിയോ നിങ്ങളുടെ ചാനലിൽ അത് കിട്ടിയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
അപ്പം അതുകൊണ്ട് നമ്മൾ ഡെയിലി കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇടുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 വീഡിയോ അല്ലെങ്കിൽ ഒരു 3 വീഡിയോ എങ്കിലും മിനിമം ഇടുക. ഒരു വീഡിയോസ് ഒക്കെ ഇടുന്ന ചാനൽ സക്സസ് ആകുക എന്ന് പറയുന്നത് വളരെ വളരെ റയറാണ്. അങ്ങനെ സക്സസ് ആവണമെങ്കിൽ വളരെയധികം ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, കമ്പ്യൂട്ടറിലൂടെ അപ്ലോഡ് ചെയ്താലേ വീഡിയോസിന് റീച്ച് കൂടത്തുള്ളൂ എന്നുള്ളത്. ഒരിക്കലുമല്ല, കമ്പ്യൂട്ടറിലൂടെ അപ്ലോഡ് ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോമൽ A, ആ ഒരു പയ്യൻ കമ്പ്യൂട്ടറിലൂടെ ഒന്നുമല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അവൻ ജസ്റ്റ് ഒരു മൊബൈലിൽ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പം അവൻ്റെ ചാനൽ 1 ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് കയറിയത് ഈ ഒരു മൊബൈൽ വെച്ചിട്ടാണ്. അപ്പം അതൊക്കെ ഒരു ഇൻസ്പിറേഷനായിട്ട് നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. പിന്നെ തംബ്നെയിൽ എന്ന് പറയുമ്പോഴത്തേനും ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തംബ്നെയിലുകൾ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രം, അതായത് നമ്മൾ ആൾക്കാർ കണ്ടാൽ തൊടണം, അതായത് കളറുകളും കാര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന രീതിക്ക് വേണം നമ്മുടെ തംബ്നെയിലുകളും കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തംബ്നെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മളത് ഉറപ്പായിട്ടും ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ തംബ്നെയിൽ ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം തംബ്നെയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ യൂട്യൂബിലേക്ക് കടന്നു വരുമ്പോഴത്തേന് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ വേണമെങ്കിൽ നിങ്ങൾ താഴത്തൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളെക്കുറിച്ച് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മറക്കാതെ താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കാണുന്നവരെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, അതായത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ളത് ഓൺ ആക്കി വെക്കുക. പിന്നെ വേറെ കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പം എല്ലാവരും ആ ചാനലും ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. ആ ചാനൽ എന്ന് പറയുന്നത് വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് മെയിനായിട്ട് ബസ്സിന് വേണ്ടിയിട്ടുള്ള ചാനലാണ്. അപ്പം നിങ്ങളെല്ലാവരും ആ ചാനലും ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊരു സെക്കൻഡ് പാർട്ട് എന്തായാലും നമ്മൾ ചെയ്തിരിക്കും. അപ്പം നാളെ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു കിടിലൻ കണ്ടന്റുമായിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻസിൽ പിശാജി ഫ്രം YW Vlogs signing off with peace.